ഈ വീഡിയോയിൽ ട്രിപ്പിൾ ആറിന്റെ പ്രൊമോഷനിൽ വന്നപ്പോൾ ടോവിനോ തോമസ് ധരിച്ചിരുന്ന ഈ ടീഷർട്ട് ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നു? അതെ, ഇത് ബാൽമെയിൻ പാരീസ് എന്ന ലക്ഷറി ബ്രാൻഡാണ്. ഫാഷൻ ലോകത്ത് ചില പേരുകൾ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഗാംഭീര്യം തോന്നും. അതിലൊന്നാണ് ബാൽമെയിൻ. വെറും ഒരു വസ്ത്ര ബ്രാൻഡ് എന്നതിലുപരി പണക്കാരും സെലിബ്രിറ്റികളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ലക്ഷറി സിംബലാണിത്. ലോക പ്രശസ്തമായ പാരീസിയൻ സ്റ്റൈലും ആധുനിക ലോകത്തെ ബോൾഡ് ലുക്കും ഒത്തുചേർന്ന ഈ ബ്രാൻഡ് എങ്ങനെയാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഫാഷൻ ഹൗസുകളിൽ ഒന്നായി മാറിയത്? വെൽക്കം ടു ബ്രാൻഡ് സ്റ്റോറീസ്, ടു ദി വേൾഡ് ഓഫ് ബ്രാൻഡ്സ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബാൽമെയിൻ എന്ന ലക്ഷറി ബ്രാൻഡിനെ കുറിച്ചാണ്. 1945 പിയറി ബാൽമെയിൻ എന്ന ഡിസൈനർ തന്റെ സ്വന്തം ഫാഷൻ ഹൗസ് പാരീസിൽ തുടങ്ങുന്നത്. രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ലോകം തകർന്നു നിൽക്കുന്ന സമയം. ആ സമയത്ത് സ്ത്രീകൾക്ക് അവരുടെ ആത്മവിശ്വാസം തിരിച്ചു നൽകാൻ പിയറി പുതിയൊരു സ്റ്റൈൽ കൊണ്ടുവന്നു. 1945 ആദ്യത്തെ കളക്ഷൻ തന്നെ ന്യൂ ഫ്രഞ്ച് സ്റ്റൈൽ എന്ന പേരിൽ പ്രശംസിക്കപ്പെട്ടു. എന്നാൽ ബാൽമെയിന്റെ യാഥാർത്ഥ ഐഡന്റിറ്റി രൂപം കൊണ്ടത് 1949 പുറത്തിറങ്ങിയ പെർഫ്യൂം ജൂലി മാഡം വഴിയായിരുന്നു. ഫ്രഞ്ചിൽ ജൂലി മാഡം എന്നാൽ സുന്ദരിയായ സ്ത്രീ എന്നാണ്, പ്രിട്ടി വുമൺ. ഈ പെർഫ്യൂം വലിയ വിജയമായതോടെ 1952 ഫുൾ കളക്ഷന് ബാൽമെയിൻ അതേ പേര് നൽകി. അങ്ങനെ ജൂലി മാഡം ഒരു പെർഫ്യൂം മാത്രമല്ല, ബാൽമെയിന്റെ സിഗ്നേച്ചർ സ്റ്റൈലായി മാറി. അതായത് അങ്ങേയറ്റം സ്ത്രീത്വമുള്ളതും എന്നാൽ ആത്മവിശ്വാസം തുളുമ്പുന്നതുമായ ഡിസൈനുകൾ. സിനിമാ താരങ്ങളും രാജകുടുംബാംഗങ്ങളും പെട്ടെന്ന് തന്നെ പിയറിയുടെ ആരാധകരായി മാറി. 1982 പിയറിയുടെ മരണശേഷം ബ്രാൻഡിന്റെ നിയന്ത്രണം അദ്ദേഹത്തിന്റെ അടുത്ത സഹായിയായ എറിക് മോട്ടേഴ്സിന്റെ കയ്യിലായി. പിന്നീട് പ്രശസ്ത ഡിസൈനർ ഓസ്കാർ ഡി ലാ റെന്റ 10 വർഷത്തോളം ഈ ബ്രാൻഡിനെ നയിച്ചു. അദ്ദേഹം ബ്രാൻഡിന്റെ അന്തസ്സത്ത് നിലനിർത്തിയെങ്കിലും കാലത്തിനനുസരിച്ചുള്ള മാറ്റം അവിടെ സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. 2000 ആണ്ടിന്റെ തുടക്കത്തിൽ ബാൽമെയിൻ ഏതാണ്ട് വിസ്മൃതിയിലാകുന്ന അവസ്ഥയിലായിരുന്നു. ഡിസൈനുകൾക്ക് പുതുമയില്ലാത്തതും സാമ്പത്തികമായ തകർച്ചയും കാരണം പലരും വിചാരിച്ചത് ബാൽമെയിൻ ഇനി ചരിത്രം മാത്രമാകുമെന്നാണ്. ആ സമയത്താണ് ബ്രാൻഡിന്റെ രക്ഷകനായി ഒലീവിയ റൂസ്റ്റൻ കടന്നു വരുന്നത്. 2011 വെറും 25-ാം വയസ്സിൽ ഒലീവിയ റൂസ്റ്റൻ ബാൽമെയിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറായി. ഒരു വലിയ പാരമ്പര്യമുള്ള ഫാഷൻ ഹൗസിനെ നയിക്കാൻ ഇത്രയും പ്രായം കുറഞ്ഞ ഒരാൾ വന്നതിൽ പലരും നെറ്റിയൊളിച്ചു. എന്നാൽ അദ്ദേഹം ഒരു ഡിജിറ്റൽ വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. അദ്ദേഹത്തിന്റെ സ്ട്രാറ്റജി വളരെ ലളിതമായിരുന്നു. സോഷ്യൽ മീഡിയ. ഇൻസ്റ്റഗ്രാമിലൂടെ യുവാക്കളെ അദ്ദേഹം ബ്രാൻഡിലേക്ക് ആകർഷിച്ചു. കിം കർദാഷിയാൻ, കൈലി ജെന്നർ, റിഹാന തുടങ്ങിയ സെലിബ്രിറ്റികളെ തന്റെ ബ്രാൻഡിന്റെ ഭാഗമാക്കി അദ്ദേഹം ബാൽമെയിൻ ആർമി എന്നൊരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടാക്കി. ആഡംബര വസ്ത്രങ്ങൾ വെറും ഗ്ലാമർ മാത്രമല്ല, അവ ആത്മവിശ്വാസം നൽകുന്ന ഒരു കവചം കൂടിയാണെന്ന് അദ്ദേഹം ജനങ്ങളെ വിശ്വസിപ്പിച്ചു. പാരമ്പര്യത്തെയും ആധുനികതയെയും ഒരുപോലെ കൂട്ടിയിണക്കിയതാണ് ബാൽമെയിന്റെ ഏറ്റവും വലിയ വിജയം. ബാൽമെയിൻ പ്രധാനമായും സ്ത്രീകളെയും പുരുഷന്മാരെയുമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അവർ ഒരുക്കുന്ന വസ്ത്രങ്ങൾ വളരെ എലഗന്റ് ആയിരിക്കും. ടീഷർട്ട്സ്, ഡ്രസ്, ജാക്കറ്റ്സ്, ഷർട്ടുകൾ, പാൻസ് തുടങ്ങിയ റെഡി ടു വെയർ കളക്ഷനുകൾ അതിൻ്റെ മുഖ്യ ഭാഗമാണ്. അതിനൊപ്പം പെർഫ്യൂമുകൾ, വാച്ചുകൾ, ബാഗുകൾ, ഷൂസ്, ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ പോലുള്ള ലക്ഷറി ആക്സസറീസും നിർമ്മിക്കുന്നു. സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല ബാൽമെയിൻ. ഇവരുടെ ലളിതമായ ഒരു ടീഷർട്ടിന് പോലും 30,000 രൂപയ്ക്ക് മുകളിൽ വില വരും. ജാക്കറ്റുകൾക്കും വസ്ത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് രൂപയാണ് വില. പണവും പ്രശസ്തിയുമുള്ള ജനക്കൂട്ടത്തിനിടയിൽ വേറിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലായി ഏകദേശം 400-ൽ പരം സ്റ്റോറുകളിലൂടെയും ഔട്ട്ലെറ്റുകളിലൂടെയും ഇവർ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നു. ഇന്ത്യയിലെ കാര്യമെടുത്താൽ നിലവിൽ ബാൽമെയിന് സ്വന്തമായി ബ്രാൻഡ് ഷോപ്പുകൾ ഇന്ത്യയിലില്ല. എന്നാലും പ്രമുഖ ലക്ഷറി പ്ലാറ്റ്ഫോമുകൾ വഴി ഔദ്യോഗികമായി തന്നെ ഇവരുടെ വസ്ത്രങ്ങളും ബാഗുകളും ഇന്ത്യയിൽ ലഭ്യമാണ്. തിരിച്ചടികളിൽ നിന്നും ഫാഷൻ ലോകത്തിൽ തിരിച്ചെത്തിയ ബാൽമെയിന്റെ കഥ ഏതൊരു സംരംഭകനും പ്രചോദനമാണ്. പാരമ്പര്യത്തെയും ആധുനികതയും എങ്ങനെ ചേർത്ത് പിടിക്കാമെന്ന് ഇവർ ലോകത്തിന് കാണിച്ചു കൊടുത്തു. നിങ്ങൾക്ക് ബാൽമെയിന്റെ ഡിസൈനുകളും പ്രൊഡക്റ്റുകളും ഇഷ്ടമാണോ? അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിനെ കുറിച്ചാണ് അറിയേണ്ടത്? കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.